ആരെങ്കിലും പാരത്രിക ലോകത്തെ നന്മയ്ക്ക് വേണ്ടി, പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി എന്ത് പ്രവർത്തനം ചെയ്താലും, അങ്ങനെ ആഗ്രഹിച്ച് എന്ത് കൃഷി ചെയ്താലും, ഏത് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാലും അവർക്ക് നമ്മൾ അതിലതാ വർധനവ് നൽകിപ്പോയി. ആരെങ്കിലും ദുന്യാവിന്റെ കൃഷിയാണ് ആഗ്രഹിച്ചതെങ്കിൽ, ദുന്യാവിൽ വിളവെടുക്കലാണ് ആഗ്രഹിച്ചതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു അവന് നമ്മൾ ദുന്യാവിൽ നിന്ന് നൽകിപ്പോയി. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അവൻ ആഖിറത്തിൽ ഒരു വിഹിതവും ബാക്കിയുണ്ടാകൂല. എന്താ കാരണം? അവൻ ചെയ്യുന്നത് ദുന്യാവ് കിട്ടാനാണ്, ദുന്യാവ് വിജയിക്കാനാണ്. അതുവരെ അധ്വാനിച്ചത് ദുന്യാവിൽ ആളുകളെ ബഹുമാനം പറയാനാണ്. അതുവരെ ഓടി നടന്നത് ജനങ്ങൾ കൈപിടിക്കാനാണ്. അതുവരെ പ്രവർത്തിച്ചത് ജനങ്ങൾ ആദരിക്കാനാണ്, ജനങ്ങൾ ബഹുമാനിക്കാനാണ്. മരിച്ച വീട്ടിലെ മുൻപന്തിയിലാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്തവർക്ക് കുളിപ്പിച്ചു കൊടുക്കാൻ റെഡിയാണ്. മയ്യത്ത് ചോളിലേറ്റി കൊണ്ടുപോകാൻ റെഡിയാണ്. നാട്ടിലെ ഏത് സാന്ത്വന പ്രവർത്തനത്തിനും മുൻപന്തിയിലാണ്. ചെയ്യുന്നതെന്തിനു വേണ്ടിയാ? ജനങ്ങളുടെ ഇടയിൽ അവൻ വലിയ സാന്ത്വന പ്രവർത്തനം ചെയ്യുന്നവനാണെന്ന് പറയാനാണ്, ജനങ്ങൾക്കിടയിൽ ആദരവ് കിട്ടാനാണ്, ജനങ്ങളെ ബഹുമാനിക്കാനാണ്, ജനങ്ങളെ ആദരിക്കാനാണ്. ഈ നിലക്കാണോ അവന്റെ പ്രവർത്തനം? അവനിക്ക് ആഖിറത്തിൽ ഒരു വിഹിതവും പറയാനില്ല. അതേ സ്ഥാനത്ത് അവൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നല്ല സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്, നല്ല ബക്കാല നടത്തുകയാണ്, നല്ല കച്ചവടം ചെയ്യുകയാണ്, നല്ല ബിസിനസ് ചെയ്യുകയാണ്, ദുനിയാവിന്റെ പുരോഗതിക്കുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുകയാണ്. ആ കച്ചവടം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലുള്ളത് എന്താണ്? എന്റെ ഈ ബിസിനസ് കൊണ്ട് എന്റെ നാട്ടിലെ പാവങ്ങൾക്ക് ജോലി കിട്ടുമല്ലോ, എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമല്ലോ, എന്റെ മക്കളുടെ നല്ല പഠനത്തിന് സഹായിക്കാൻ എനിക്ക് കഴിയുമല്ലോ, എന്റെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി എനിക്ക് പണം ആവശ്യമാണല്ലോ. ആ നിനക്ക് മനസ്സുകൊണ്ട് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അവൻ സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്, ഹൈപ്പർ മാർക്കറ്റ് നടത്തുകയാണ്, കച്ചവടം ചെയ്യുകയാണ്. ദുന്യാവാണ് ഉണ്ടാക്കുന്നതെങ്കിലും അവന്റെ മനസ്സിലെ നീയത്ത് വളരെ നല്ല നീയത്താണ്. എന്നാൽ അവൻ ചെയ്യുന്ന കാര്യത്തിന് വലിയ ഫലം ലഭിച്ചുപോയി. അതേ സ്ഥാനത്ത് ചെയ്യുന്നത് നല്ല ആഖിറത്തിന് ഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ആഖിറത്തിന് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വലിയ ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ആരും പ്രശംസിക്കുന്ന, ആരും ബഹുമാനം പറയുന്ന, ആരും ആദരിക്കുന്ന, ആരും കണ്ടാൽ അവന്റെ പ്രവർത്തനം നല്ലത് അവൻ പോലെ ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും നിയത്ത് നന്നായില്ലെങ്കിലും ഫലമുണ്ടാകൂല. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അയാൾ ദുന്യാവ് ഉണ്ടാക്കുകയാണ്, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അയാളെ പണത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അയാളെ വീട് നല്ല നിലക്ക് നിർമ്മിക്കാൻ അയാൾ അധ്വാനിക്കുകയാണ്. പക്ഷെ അയാളെ മനസ്സിന്റെ ഉള്ളിലെ നീയത്തോ വളരെ നല്ല നീയത്താണ്. കച്ചവടം കൊണ്ട് എന്റെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കണം, വിഷമം അനുഭവിക്കുന്നവർക്ക് ഞാനൊരു കൈത്താങ്ങണം. വയലിന്റെ സദസ്സിൽ പോയിട്ട് ഉസ്താദുമാര് ചോദിക്കുമ്പോ സദഖ ചെയ്യണം, ഉസ്താദുമാര് ചോദിക്കുമ്പോ പിരിവ് കൊടുക്കണം, നാട്ടിലെ പാവങ്ങളെ സഹായിക്കണം, വിഷമം അനുഭവിക്കുന്നവരൊരു തണലാകണം. ഈ നിലക്കവൻ നല്ല പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ, അവൻ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് നടത്തലാണെങ്കിലും, അവൻ ചെയ്യുന്നത് ഏതെങ്കിലും കച്ചവടമാണെങ്കിലും, അവൻ ചെയ്യുന്നത് ഭൗതിക ലോകത്ത് കാര്യമുള്ളതാണെങ്കിലും അവൻ അതുകൊണ്ട് ഫലം ലഭിച്ചു പോയി. എന്റെ കാരണം അവൻ കച്ചവടം നടത്തുമ്പോൾ ആഗ്രഹിച്ചത് എന്താണ്? അവന്റെ പാരത്രിക ലോകത്തേക്കുള്ള വർധനവാണ്, പാരത്രിക ലോകത്തേക്കുള്ള വിളവെടുപ്പാണ്, പരലോകത്തേക്ക് വിജയത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളാണ്. എന്നാൽ അവന് ഫലം ലഭിച്ചു പോയി. എന്നാ ദുന്യാവ് കിട്ടണം എന്ന് ആഗ്രഹിച്ചവനാണെങ്കിൽ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അവൻ ആഖിറത്തിൽ ഒരു നസീബും എനിക്ക് കിട്ടാനില്ല, ഒരു വിഹിതവും അവന് കിട്ടാനില്ല. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ ചെയ്യുന്നത് ആഖിറത്തിന് വേണ്ടിയാകണം. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ആഖിറത്തിന് വേണ്ടി ചെയ്യാൻ കഴിയണം. ആഴ്ചയിൽ നല്ല താടി ഒപ്പിക്കുന്നു, നഖം മുറിക്കുന്നു, ശരീരത്തിലെ പല രോമങ്ങളും ഒഴിവാക്കുന്നു. എന്തിനാ? ജനങ്ങളെ മുന്നിൽ അടിച്ചുപൊളിയാണ് എന്ന് വരുത്തി തീർക്കാനല്ല, ജനങ്ങളെ മുന്നിൽ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനല്ല. അവന്റെ നഖം മുറിച്ചത് ബാപ്പ ചോദിക്കുമെന്ന് പേടിച്ചിട്ടല്ല, ദർസിലെ ഉസ്താദ്
ഉസ്താദ് കയ്യിന്റെ നഖത്തിന്റെ മേലെ അടിക്കുമെന്ന് പേടിച്ചിട്ടില്ല, മറിച്ചു കയ്യിന്റെ നഖം മുറിച്ചത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനാണ്. താടി വേണ്ടതുപോലെ ഭംഗിയാക്കി വെച്ചത് എന്തിനാണ്? നബി തങ്ങളുടെ സുന്നത്താണ്. ശരീരത്തിൽ നിന്ന് കളയേണ്ട രോമങ്ങൾ കളഞ്ഞത് എന്തിനാണ്? അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനാണ്. അങ്ങനെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം എന്ന നിലക്കാണ് നീ ചെയ്തതെങ്കിൽ അതിനും ഫലം ലഭിച്ചു പോയി. എത്രത്തോളം എന്റെ മജ്‌ലിസിൽ കണ്ണട വെച്ച എത്ര ആളുകളുണ്ട്? ഈ വേദിന്റെ സദസ്സിൽ കുറെ ആളുണ്ടല്ലേ, ഒരുപാട് ആളുണ്ട്. കണ്ണട വെച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ തരട്ടെ. കണ്ണട വെക്കുന്ന ആളുകൾ കണ്ണട വെച്ചത് എന്തിനാ? കണ്ണിന്റെ കാഴ്ച കുറഞ്ഞപ്പോ കണ്ണട വെച്ചതാണ്. അപ്പൊ അയാള് കണ്ണട വാങ്ങുമ്പോ അയാളെ മനസ്സിൽ തോന്നുകയാണ്, ഖുർആൻ ഓതണമെങ്കിൽ കണ്ണട ഇല്ലാതെ എനിക്ക് കഴിയില്ലല്ലോ, ചെറിയ അക്ഷരമില്ലേ ഖുർആനിൽ നോക്കിയിട്ട് ഓതാൻ കഴിയില്ല എന്ന നിലക്ക് അയാൾ കണ്ണട വാങ്ങിയാൽ അയാൾക്ക് അതിനും കണ്ണട വെക്കുമ്പോഴൊക്കെ ഫലം കിട്ടാനത് കാരണമായിപ്പോയി. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഏതും പരിശോധിച്ചോളൂ. സൗണ്ട് വയ്ക്കാത്ത പോലത്തെ നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. കണ്ണട വെച്ചപ്പോൾ അയാൾക്ക് കണ്ണട വെച്ചതിന് കൂലി കിട്ടിപ്പോയി. എന്താ കാരണം? അയാളെ നീയത്ത് വളരെ നല്ല നീയത്താ. അതേ സ്ഥാനത്ത് കണ്ണട വെക്കുമ്പോ അയാൾ ചിന്തിച്ചത് നല്ല സ്റ്റൈൽ ഉണ്ടാവും കണ്ണട വെച്ചാൽ. കാണുന്ന ആളുകളൊക്കെ കണ്ണട ഇല്ലാത്തവരെക്കാൾ എന്നെ ഒന്ന് നോക്കൂന്നുള്ള അയാൾക്കാ കണ്ണട വെച്ചത്. ഇനി കണ്ണട വെച്ചവരൊക്കെ മുഖത്ത് നോക്കിയിട്ട് അയാൾ അങ്ങനെ വെച്ചതാണെന്ന് തെറ്റിദ്ധരിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിലും പഴയ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ നല്ല വെയിലാണ് ഇല്ലേ? മുമ്പ് കാലത്തൊക്കെ ഇങ്ങനെ വെയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലത്തൊന്നും അനുഭവിക്കാത്തത് പോലെ എനിക്ക് തോന്നുകയാണ്. ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. വെയിലിന്റെ കടുപ്പം ഭയങ്കര കടുപ്പാണ്. അപ്പോ ഒരാൾക്ക് ഇങ്ങനെ തോന്നി എന്റെ കണ്ണിന് എന്തെങ്കിലും രോഗം വരും എന്ന നിലക്ക് അയാൾ കണ്ണട കുറച്ച് ബ്ലാക്ക് കളറുള്ള കണ്ണട വെച്ചു, കൂളിംഗ് ഗ്ലാസ്സുള്ള കണ്ണട വെച്ചു. അപ്പൊ ഇയാൾക്ക് തോന്നാണ്, കാണുന്നവന് തോന്നാണ് ഓൻ വലിയ സ്റ്റൈലാക്കുക. എന്താവശ്യത്തിന് അയാളെ തെറ്റിദ്ധരിച്ച് ഇവൻ കുടുങ്ങിപ്പോയി എന്നല്ലാതെ. അതേ സ്ഥാനത്ത് അയാൾ കണ്ണട വെക്കുമ്പോ മനസ്സിൽ കരുതിയതോ, ഞാൻ ആ കണ്ണട വെച്ചിട്ട് എന്റെ കണ്ണിനെ സംരക്ഷിക്കണം, ഈ വെയിൽ കൂടുതലായി നോക്കിയാൽ എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് ബാധിക്കും, അതുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ഖുർആൻ നോക്കി ഓതാൻ കഴിയില്ല, എനിക്ക് അതുപോലെയുള്ള ദിക്റുകളൊന്നും നോക്കി ചൊല്ലാൻ കഴിയില്ല, അതുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ സംരക്ഷിക്കണം എന്ന നിലക്കാണ് അയാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചതെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് അതുകൊണ്ട് കൂലി ഉണ്ടാവും. കണ്ണട കാണാത്ത കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടല്ല അയാൾ കണ്ണട വെക്കുമ്പോ കൂളിംഗ് ഗ്ലാസ് വെച്ചതും കണ്ണിന്റെ നന്മക്ക് വേണ്ടിയാണ്. കണ്ണ് നശിച്ചു പോകാൻ പാടില്ല, കണ്ണുണ്ടായാലേ എനിക്ക് നോക്കിയിട്ട് ഖുർആൻ ഓതാൻ കഴിയൂ. അപ്പൊ ചിലർക്ക് തോന്നും ഞാൻ ഹാഫിദല്ലേ, ഹാഫിദാണെങ്കിലും ഖുർആൻ നോക്കിയിട്ട് ഓതൽ സുന്നത്താണ്, ഖുർആൻ നോക്കിയിട്ട് ഓതൽ സുന്നത്താണ്. ഖുർആൻ നോക്കുന്നതിൽ വലിയ ഫലമാണ്. ഹാഫിദീങ്ങളാണെങ്കിലും ഖുർആൻ നോക്കി ഓതൽ സുന്നത്താണ്. അത് ഖുൽ ഹുവല്ലാഹു ഓതുന്നതെങ്കിലും നോക്കി ഓതൽ സുന്നത്താണ്, യാസീൻ ഓതുകയാണെങ്കിലും നോക്കി ഓതൽ സുന്നത്താണ്. ഹാഫിദീങ്ങൾക്ക് മാത്രമല്ല നമുക്കും കൂടി ബാധകമാണ്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുമ്പോ, മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് ഉസ്താദുമാര് യാസീൻ ഓതുകയാണ്. അപ്പൊ നമുക്കൊക്കെ കാണാതെ അറിയാം യാസീന്, എല്ലാവർക്കും അറിയാലേ കാണാതെ യാസീന്. അറിയാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ലെങ്കിൽ എന്തായാലും പഠിക്കണം, അറിയില്ലെങ്കിൽ എന്തായാലും പഠിക്കണം. ഖുർആൻ യാസീൻ മനപ്പാഠം പഠിച്ചാൽ അത് വലിയ കാവലാണ്. ജീവിതത്തിൽ നമുക്ക് എല്ലാ മേഖലകളിലും കാവൽ കിട്ടാൻ അത് നല്ലതാണ്. യാസീൻ മനപ്പാഠം പഠിക്കണം, പഠിച്ചാലും നോക്കിയിട്ട് ഓതണം. കാരണം ഒരു മൊയ്ലിയാര് മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ അയാൾ കണ്ടതേ ഇങ്ങനെ നോക്കിയിട്ട് ഓതുകയാണ് മൊബൈലിൽ. അപ്പൊ ഇവർക്ക് തോന്നാണ് ഇതെന്ത് മൊയ്ലിയാരാ, ഇയാൾക്ക് യാസീൻ വരെ നോക്കാൻ ഓതാൻ അറിയില്ലല്ലോ, ഇയാൾ നോക്കിയിട്ടല്ലേ യാസീൻ ഓതുന്നത്, ഇയാൾ എന്തിനാ ദ്വാരക്കുന്നത്, ഞാനല്ലേ ഇവിടെ ദ്വാരക്കേണ്ടത്, ഇയാൾ യാസീൻ നോക്കിയിട്ടല്ലേ ഓതുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. യാസീൻ നോക്കിയിട്ട് ഓതൽ സുന്നത്താണ്. യാസീൻ എന്നല്ല ഖുൽ ഹുവല്ലാഹു പോലും നോക്കിയിട്ട് ഓതാൻ കഴിയെങ്കിൽ ആ നോക്കുന്നതിന് വേറെ പ്രതിഫലം വേറെയുണ്ട്. അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഒരിക്കലും നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇതുപോലെ പള്ളിയിലെ ഉസ്താദ് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കുന്നത്? ജനങ്ങളെ നിങ്ങളൊക്കെ പള്ളിയിൽ നേരത്തെ വരണം, പള്ളിയിൽ നേരത്തെ വന്നിരുന്നു നിങ്ങൾ പള്ളിയിൽ നിന്ന് സൂറത്തുൽ കഹ്ഫ് ഓതണം, പള്ളിയിൽ നേരത്തെ എത്തിച്ചേരണം. അപ്പൊ ഇങ്ങനെ വയല് കേൾക്കുന്നവന് തോന്നാണ് ഇയാൾ എന്ത് മനുഷ്യനാ, ഇയാള് കുത്തുബ തുടങ്ങാൻ വേണ്ടി ആ മുക്രിക്കാക്ക, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, മുക്രിച്ചാന്നാ പറയാ, അല്ല മുക്രി എന്നാ പറയാ, മുഅദ്ദിന് അല്ലേ, മുഅദ്ദിന് മലപ്പുറക്കാരൊക്കെ നല്ല ഭാഷ പറയുന്നവരാ. ആ മുഅദ്ദിന് മഹേശ്വറ വിളിക്കുമ്പോഴേ അയാൾ കയറി വന്നത്. എന്റെ അയാളാ നമ്മളെ ഉപദേശിക്കുന്നത്. അയാൾ കുത്തുബോധുമ്പോ പറുത്തുബോധിട്ട് പറയാ നിങ്ങളൊക്കെ നേരത്തെ വരണം. എന്നാൽ ഇയാൾക്കൊന്ന് ആദ്യം നേരത്തെ വന്നിരുന്നൂടെ, ഇയാൾക്കൊന്ന് നേരത്തെ ആദ്യം വന്ന് പള്ളിയിൽ ഇരുന്ന് മാതൃക കാണിച്ചൂടെ? എന്നാലല്ലേ പള്ളിയിൽ ഉസ്താദ് നേരത്തെ വന്നു എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരൊക്കെ നേരത്തെ വരുള്ളൂ. അയാൾക്ക് അങ്ങനെ വരില്ല സുന്നത്ത്. ആ ഉസ്താദിനെ തെറ്റിദ്ധരിച്ച് കുറ്റക്കാരനാകാൻ പോകരുത്. പള്ളിയിലെ ഖതീബിന് നേരം വൈകിട്ട് വരില്ല സുന്നത്ത്. ഇത് കേട്ടോണ്ട് ഇനി എല്ലാ മൊയ്ലിയാമാർക്കും നേരം വൈകല് സുന്നത്തുണ്ടോ? അതില്ല. ഖുതുബോധുന്ന മൊയ്ലിയാർക്ക് അപ്പള്ളിയിൽ നേരം വൈകി വരല് സുന്നത്താന്നാ ഞാൻ പറഞ്ഞത്. അയാൾ ഖുതുബോധാൻ നോക്കുമ്പോ വന്നാൽ മതി. അതുകൊണ്ട് ഇനി എല്ലാ മൊയ്ലിയാമാരും മൊയ്ലിയാർ പറഞ്ഞിട്ടുള്ളൂ നേരം വൈകിട്ട് വന്നാൽ മതി. പ്രസംഗിക്കൽ ഇന്നലെ പരപ്പനങ്ങാടി പ്രസംഗിക്കൽ ഞാനും പ്രസംഗിച്ചില്ലേ, അതുകൊണ്ട് ഇന്ന് നേരം വൈകിട്ട് നാം
മറ്റന്നാൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ മതിയോ? അതുപോരാ. പള്ളിയിൽ ഖുതുബ ഓതുന്ന ഉസ്താദ് ആരാണോ അയാൾക്ക് വൈകി വരൽ സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ 1 മണിക്ക് ഖുതുബ തുടങ്ങി 1:05 വന്നാൽ മതി എന്നാണോ? അല്ല, ഖുതുബ തുടങ്ങുന്നതിന്റെ അല്പം മുമ്പ് വരെയാണ് അയാൾക്ക് പുണ്യം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ പള്ളിയിലെ ഉസ്താദ് നേരം വൈകി വരുന്നത് കണ്ടിട്ട് അത് മാതൃകയാക്കാൻ പോകണ്ട. വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഉസ്താദുമാരുന്ന് മാതൃകയാക്കേണ്ടത്. അതാ മാതൃകയാക്കേണ്ടത് എന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ തെറ്റിദ്ധരിക്കുന്ന ഇത്തരം സ്വഭാവം നമ്മൾ കൈയൊഴിക്കണം. ഇരിക്കട്ടെ, എന്റെ വിഷയം അതെല്ലാവരുടെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. കണ്ണട വെക്കുമ്പോൾ കണ്ണട വെക്കുന്നത് ഖുർആൻ ഓതാനാണെന്ന നിയ്യത്തോടെയാണെങ്കിൽ നല്ല കണ്ണട വേണം എന്ന നിലക്ക് നീ കണ്ണട വാങ്ങിയാലും പ്രതിഫലം കിട്ടിപ്പോയി. അങ്ങനെ നീ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ആരെങ്കിലും പാരത്രീക ലോകത്തെ കഥ പ്രളവെടുപ്പിനെ ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും കൃഷി ചെയ്താൽ അല്ലാഹു തആല പറയുന്നു, നമ്മളവന്റെ കൃഷിയിടങ്ങളിൽ വർദ്ധനവ് നൽകിപ്പോയി. മുതല്ലിമീങ്ങൾ ബക്കറ്റും കൊണ്ടുവരുമ്പോ മൊയ്ലിയാർ സ്റ്റേജിൽ വന്ന് നോക്കിയാ കാണുമോന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ചോ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നല്ല നിയ്യത്തോടെ കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ അത് കാരണമാണ്. എങ്ങനെ? നല്ല നിയ്യത്തോടെ സംഭാവന കൊടുത്താൽ അള്ളാഹിനെ പൊരുത്തായിരിക്കണം ഉദ്ദേശം. മൊയ്ലിയാരെ ബോധ്യപ്പെടുത്താനല്ല, അവസാനം എണ്ണുനാക്ക ഒരു സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല. പിന്നെ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണ് അവൻ ചെയ്തതെങ്കിൽ അവന്റെ കൃഷിയിൽ അള്ളാഹു വർദ്ധനവ് നൽകും.